ദൈവജനമേ, വ്യാപക കുടുംബാംഗങ്ങളുടെ ഇടപെടലും അതിരുകളില്ലായ്മയും ഇന്നത്തെ കുടുംബജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് ഞാൻ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കാണുന്നുണ്ട്. കുടുംബ കോടതികൾ നിർദ്ദേശിക്കുന്ന വ്യക്തികൾ എന്നെ വന്ന് കാണുമ്പോൾ അത് തിരിച്ചറിയുന്നുമുണ്ട്. വളരെ മോശമായ അവസ്ഥയാണ് അത് സൃഷ്ടിക്കുക. കുടുംബം എന്നത് ദൈവം സ്ഥാപിച്ച ഏറ്റവും അടിസ്ഥാനപരമായ വിശുദ്ധ സ്ഥാപനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. ഇത് മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ട് പുതിയൊരു കുടുംബത്തിന് സ്വകാര്യതയും പ്രാധാന്യവും നൽകേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നി പറയുന്നു. അവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുകയേ വേണ്ട. രണ്ടുപേരും ഒന്ന് ചേർന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചിന്തിച്ചാൽ മതി. എങ്കിലും പലപ്പോഴും ഈ അതിരുകൾ ലംഘിക്കപ്പെടുന്നു. സ്നേഹത്തിൻ്റെ പേരിലുള്ള അനാവശ്യമായ ഇടപെടലുകൾ ദമ്പതികൾക്കിടയിൽ അകൽച്ചയ്ക്കും സംഘർഷത്തിനും കാരണമാകുന്നു. അതിൽ നിങ്ങൾ കാരണക്കാരായി കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കും. കാരണം ഇത് ദൈവമായിട്ട് ചേർത്ത് വയ്ക്കുന്ന മനോഹരമായൊരു കുദാശയാണ്. ഒരു കുടുംബത്തിന് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വം അവരിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അവരുടെ വളർച്ചയെ തടയുകയാണ് ചെയ്യുക. ദമ്പതികൾ ഡൈവോഴ്സ് എന്ന വാക്കും സെപ്പറേഷൻ എന്ന വാക്കും ഉപയോഗിക്കരുത്. അത് വേണ്ട. അത് സാത്താൻ ഇടം കൊടുക്കലാണ്. അത് രണ്ടുപേരും ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് രണ്ടുപേരും കാണുന്ന സ്ഥലത്ത് വെക്കണം. വേറെ ആരും കാണണ്ട. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നാണ്. അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കാൻ പഠിക്കണം. ഇത് ബന്ധങ്ങളെ മുറിവേൽപ്പിക്കാനല്ല, മറിച്ച് കൂടുതൽ ദൃഢമാക്കാനാണ് സഹായിക്കുന്നത്. ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയം സുതാര്യവും ശക്തവുമായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യുക. സംസാരിക്കുക. ഈഗോയും പ്രൈഡും മാറ്റിവെച്ച് പരസ്പരം നമ്മൾ വിധേയപ്പെടണം. പങ്കാളിയുടെ ആവശ്യം ആദ്യം നമ്മൾ കാണണം. മക്കളെയല്ല ആദ്യം കാണേണ്ടത് പങ്കാളിയാണ്. ഈ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ. മക്കളെ നിങ്ങളുടെ ഇടയിൽ ആയുധമാക്കരുത്, അതുപോലെ രക്തസാക്ഷികളുമാക്കരുത്. കത്തോലിക്ക വിശ്വാസത്തിൽ നല്ല കുടുംബബന്ധം നയിക്കുന്നവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും സമ്മതമാണെങ്കിൽ അവരെ ഉൾപ്പെടുത്താം. ഒരു ബ്രിഡ്ജ് പോലെ. ഈ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റുകൾ എല്ലാ ഇടവകളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കവരെ സമീപിക്കാവുന്നതാണ്. കറക്റ്റായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നതുമാണ്. പുറത്തു നിന്നുള്ള ഇടപെടലുകൾ വേണ്ട. അങ്ങനെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുക്കണം. പരസ്പര ബഹുമാനവും സ്നേഹവും വിട്ടുവീഴ്ചയുമാണ് കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം. ജ്ഞാനത്തോടെയും പ്രാർത്ഥനയോടെയും വെല്ലുവിളികളെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിടാം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. സാത്താൻ കുടുംബങ്ങളെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാം. ഈ കുടുംബ ബന്ധങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ. അതിരുകൾ നിശ്ചയിക്കുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതിരുകൾ നിശ്ചയിക്കേണ്ടത് ദമ്പതികൾ മാത്രമാണ്, പുറത്തുള്ളവരല്ല.